എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിലെ ഈ 2 ആയത്തുകൾ ആരെങ്കിലും ഒരു മനുഷ്യന് എല്ലാ ദിവസവും മോതുകയാണെങ്കിൽ അവന് മരിക്കുന്ന സമയം സ്വർഗമല്ല, അവന് മരിക്കുന്ന സമയം സ്വർഗം കാണാമെന്നല്ല പറഞ്ഞത്, സ്വർഗത്തിൽ അവന്റെ ഇരിപ്പിടം വരെ അവൻ കണ്ടിട്ടേ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, സ്വർഗത്തിലെ ഇരിപ്പിടം വരെ കണ്ടിട്ട് മരിക്കാൻ കഴിയുന്ന അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് മഖഅദുഹു ഇലൽ ജന്ന, സ്വർഗത്തിൽ നിന്റെ ഇരിപ്പിടം വരെ ഇങ്ങനെ കാണിച്ചു തരുമെന്ന് മുത്തുനബി പഠിപ്പിച്ച് ആ 2 ആയത്തുകൾ പഠിച്ചിട്ട് വേണം ഇന്നിവിടെ നിന്ന് പിരിയാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം, ആ സ്വർഗം തുറക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹുവിന്റെ സ്വർഗം തുറക്കാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ള പ്രവാചകൻ ആരാ? അള്ളാഹുവിന്റെ സ്വർഗം തുറക്കുന്നത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സ്വർഗം തുറക്കുന്നത്. ആ പ്രവാചകന്റെ പുറകിലാണ് 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ, മുർസലീങ്ങള്, ശുഹദാക്കള്, സഹാബത്തു, താബിഈങ്ങള്, തബഉ താബിഈങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, മഹത്തുക്കള്. എന്റെ പ്രിയപ്പെട്ടവരെ, ബത്തബയിൽ ജബ്ബാർ ഉസ്താദൊക്കെ നാളെ ആ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുറകിൽ നമ്മളൊക്കെ കടന്നു പോകുന്നത് പ്രവാചകന്റെ പുറകില്. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് ചില നേതാക്കന്മാരുണ്ട്, നമ്മൾ അവരുടെ പുറകിൽ നിന്നുകൊണ്ട് നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് സ്വഹാബത്തിനോട് പറയുകയാ, ആണുങ്ങളെല്ലാവരും ചില നേതാക്കന്മാരുടെ പുറകിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പുറകിൽ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ അർബഅ മിൻ സയ്യിദത്തിൻ നിസാഇ അഹ്ലൽ ജന്ന. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ആണുങ്ങൾക്ക് അതാ പുരുഷന്മാർക്ക് സ്വർഗത്തിലെ നേതാക്കന്മാരുണ്ടെന്ന് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ എന്റെ മിത്തബയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ പെങ്ങള്, അള്ളാഹുവിന്റെ സ്വർഗത്തില് പെണ്ണുങ്ങൾക്കും നേതാക്കന്മാരുണ്ട്, പെണ്ണുങ്ങൾക്കും സ്വർഗത്തിലെ നേതാക്കന്മാരുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, മുത്തുനബി അവിടെ നിന്ന് പറയുന്നു, അർബഅ മിൻ സയ്യിദത്തിൻ നിസാഇ അഹ്ലൽ ജന്ന. സ്വർഗത്തില് പെണ്ണുങ്ങൾക്ക് 4 നേതാക്കന്മാരാണുള്ളത്. പെണ്ണുങ്ങൾക്ക് നാളെ സ്വർഗത്തില് 4 നേതാക്കന്മാരാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ 1ാമത്തെ വരിയിൽ നിൽക്കുന്ന 4 പെണ്ണുങ്ങൾ ആരാണ്? അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് അവിടെ നിന്ന് ചോദിക്കുമ്പോ മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന, പെങ്ങളെ, നാളെ സ്വർഗത്തിൽ നിന്റെ മുന്നിൽ നിൽക്കുന്ന 4 പെണ്ണുങ്ങൾ ആരാണ്? അതിലെ 1ാമത്തെ പെണ്ണാരെന്നറിയുമോ? സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യയായ മഹ്ദി ആസിയ. സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യയാണ്. പടച്ചവനെ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔനുണ്ടല്ലോ, അതാ പടച്ചവൻ എന്നും അവനെ എടുത്ത് കടത്തിയിരിക്കുന്നത് നമ്മൾക്ക് കാണുന്നതിന് വേണ്ടിയാ, പലർക്കും പഠിക്കുന്നതിന് വേണ്ടിയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ആ ഫിർഔനിന്റെ ഭാര്യയായ ആസിയമുണ്ടല്ലോ, ആരാ ആസിയ? സാധാരണ ഒരു പെണ്ണല്ല ആസിയ. ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ പ്രപഞ്ചത്തോട് യാത്ര പറയുന്ന സമയത്ത് പടച്ച റബ്ബിനോട് ചോദിച്ചതെന്താ? ബൈതും ഫിൽ ജന്ന. അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഒരു കൊട്ടാരം എനിക്ക് തരണേ പടച്ചവനെ എന്ന്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം എനിക്ക് തരണേ എന്ന് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ചോദിച്ചിട്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ മഹദിയാണ്, മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയാണ്. മുത്തുനബി നാളെ സ്വർഗത്തിൽ വെച്ച് വിവാഹം കഴിക്കുന്ന പെണ്ണാണ് ആസിയ. ആസിയാണ് നാളെ സ്വർഗത്തിലെ നേതാക്കന്മാരിൽ 1ാമത്തെ പെണ്ണ്. 2ാമതായിട്ട് മുത്തുനബി പറഞ്ഞു, സ്വഹാബാ,
രണ്ടാമത്തെ പെണ്ണാരെന്നറിയുമോ? ഇമ്രാന്റെ മകളായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ. ഈസാ നബിയുടെ ഉമ്മയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ. ആ മറിയം നാളെ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവാണെന്ന് മുത്തുനബി അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആരാണ് മറിയം എന്നറിയുമോ? ആ മറിയമിന്റെ മകത്വം അറിയണമെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. ആ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ മറിയം എന്നാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് ഐസാ ബീവിയുടെ പേര് പറയുന്ന സൂറത്തില്ല, ഖദീജ ബീവിയുടെ പേര് പറയുന്ന സൂറത്തില്ല, ഫാത്തിമ ബീവിയുടെ പേര് പറയുന്ന സൂറത്തില്ല. പക്ഷേ ഫാത്തിമ അല്ലാഹുവേ അതാ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പേരിൽ തന്നെ ഖുർആനിൽ അധ്യായമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വർഗ്ഗത്തിലെ രണ്ടാമത്തെ ഭാര്യയാണ് മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ. പഠിച്ചവനെ, സ്വർഗ്ഗത്തിലെ രണ്ടാമത്തെ നേതാവ്, പെണ്ണുങ്ങളുടെ നേതാവ് മറിയം ബീവിയാണ്. മൂന്നാമത്തെ നേതാവ് ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി ഉണ്ടല്ലോ, ഖുബൈലിന്റെ മകളായ ഖദീജ ഉണ്ടല്ലോ. ആ ഖദീജ നാളെ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവാണെന്ന് മുത്തുനബി അവിടെന്ന് പറഞ്ഞു തരുമ്പോ നാലാമത്തെ പെണ്ണാരെന്നറിയോ? നാളെ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളുടെ ഒന്നാമത്തെ നേതാവാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നാര മകള്, കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. ആ ഫാത്തിമയുടെ പുറകിൽ നിന്ന് വേണം എന്റെയും നിങ്ങളുടെയും ഭാര്യയും ഉമ്മയും പെങ്ങന്മാരും മക്കളുമല്ല നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകേണ്ടതെന്ന് മുത്തുനബി അവിടെന്ന് പറഞ്ഞു തരുമ്പോ ആരാ ഫാത്തിമയാരാ? എല്ലാവരും അല്ലാഹുവേ മക്കൾക്ക് ഫാത്തിമ എന്ന് പേരിടുന്നവരാണ്. തന്റെ മക്കളുടെ പേരിൽ ഫാത്തിമ, തന്റെ മക്കളുടെ പേരിന്റെ കൂടെ ഫാത്തിമ എന്ന് പറയുന്ന പേരിടുന്നവരാണ്. എങ്കിലും ഫാത്തിമ ആരാണ്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമയുടെ ചരിത്രം അറിയുന്ന ആരാവുള്ളത്? ഈ ഫാത്തിമയ്ക്ക് അല്ലാഹു ഇത്രയും വലിയ പ്രതിഫലം കൊടുക്കാനുള്ള കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഫാത്തിമ ആരാണെന്ന് പഠിക്കണം പൊന്നുമോളെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നാര മകള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. ആ ഫാത്തിമ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ആ ഫാത്തിമ ആരാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ ഫാത്തിമയെ സ്നേഹിക്കണമെന്നല്ലേ മുത്തുനബി പറഞ്ഞത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, മൻ അഹബ്ബഹാ ഫഖദ് അഹബ്ബനീ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഫാത്തിമാനെ ഇഷ്ടപ്പെടണേ, എന്റെ പൊന്നാര മകളായ ഫാത്തിമയെ നിങ്ങൾ ഇഷ്ടപ്പെടണേ. ഫാത്തിമാനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് പോലെയാ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് പോലെയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഫാത്തിമ ആരാണെന്നൊന്ന് പഠിച്ചു നോക്കാം. ആ ഫാത്തിമയുടെ ജീവിതം എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ആ ഫാത്തിമയ്ക്ക് അല്ലാഹു ഇത്രയും വലിയ പ്രതിഫലം കൊടുക്കാനുള്ള കാരണമെന്താ? നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങൾക്ക് 4 നേതാക്കന്മാരുണ്ടാകും. ആ 4 നേതാക്കന്മാരിൽ ഒരു നേതാവ് മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മുത്തുനബി എന്താ പറഞ്ഞേ? ഫാത്തിമ എന്റെ മകളാ, എന്റെ ഫാത്തിമാനെ ഇഷ്ടപ്പെടുന്നത് എന്നെ ഇഷ്ടപ്പെടുന്നത് പോലെയാ. അതുകൊണ്ട് ഫാത്തിമയെ നമുക്ക് ഇഷ്ടപ്പെടണം. ആ ഫാത്തിമയുടെ ചരിത്രം നമുക്ക് പഠിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്ക ഒരു ആമീൻ പറ. ഉറക്കവിളി. ഇതിനെക്കാളും വലിയ ശബ്ദത്തിൽ അവിടെ ആസാദി എന്ന് വിളിച്ചത് എല്ലാരും. ഇതിനെക്കാളും വലിയ ശബ്ദത്തിലായിരുന്നു. എവിടെയായിരുന്നു ഇപ്പൊ പരിപാടി? ഇവിടെ പരിപാടി നടന്നില്ലേ?
എവിടെങ്കിലും ആകട്ടെ, അവിടെ കിടന്ന് വിളിക്കണ വിളി ഇപ്പോഴും ഞാനന്ന് വന്നപ്പോ റോഡിൽ കൂടെ ഒക്കെ ചെറുപ്പക്കാര് ആസാദിന്ന് വിളിച്ചോണ്ട് നടക്കാം. മോനെ അതിനേക്കാളും നല്ലത് ഇപ്പോ രാമിയും പറ. ആസാദി വിളിച്ച സമയം കളയണ്ടല്ലോ, ഇപ്പോ രാമിയെങ്കിലും പറ. ഇതുകൊണ്ടെങ്കിലും നമുക്ക് രക്ഷപ്പെടാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആസാദിന്ന് വിളിച്ചൊക്കെ കുറെ നടന്നു, കുറെയൊക്കെ വിളിച്ച് നടന്നു. ഇപ്പൊ എല്ലാം തിരിഞ്ഞല്ലോ. അന്നൊക്കെ നമ്മൾ പറഞ്ഞു, എല്ലാരും ഉസ്താദന്മാരൊക്കെ പറഞ്ഞു ഇതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല, ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവി നടന്നിട്ട് വലിയ പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. ആദ്യം കോടതിയുടെ കണ്ണല്ല തുറക്കേണ്ടത്, നിന്റെ കണ്ണ് തുറക്കാൻ പറഞ്ഞു. ഇനിയെങ്കിലും തുറന്നെന്ന് ഞാൻ കരുതുന്നു. ഇനിയെങ്കിലും നമുക്ക് തുറക്കേണ്ട സമയം കഴിഞ്ഞു. കണ്ണൊക്കെ നല്ലതുപോലെ തുറക്ക്. കോടതിയുടെ കണ്ണ് ഇൻഷാ അല്ലാഹ് തുറക്കോ തുറക്കാതിരിക്കുക നമുക്കത് വലിയ വിഷയമൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലതും നോക്കി, ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കി, ഓരോന്നിലും അവർ തോറ്റുപോകും. അതാ സങ്കടം. പാവങ്ങള് ഇവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളെ ഭയപ്പെടുത്താൻ നോക്കുന്നു. പക്ഷെ നമ്മൾ ഭയക്കുന്നില്ല എന്ന് കണ്ടപ്പോ പിന്നെ വേറെ പലതിലേക്ക് കടന്നു ചെന്നു. ഡൽഹിയൊക്കെ അതല്ലേ ഓർമ്മപ്പെടുത്തണേ. എടാ, ഒരുത്തനെ കൊല്ലണമെങ്കിൽ കൊന്നാ പോരെ? ഒരാളെ കൊല്ലണമെങ്കിൽ കൊന്നാ പോരെ? ഈ കൊല്ലുന്നത് ലൈവ് ഇടുന്ന എന്തിനാ? ചിന്തിച്ചു നോക്ക്. നീ ബോധമുള്ളവനല്ലേ? എടാ, ഒരാളെ കൊല്ലണമെങ്കിൽ കൊന്നാ മതി. പക്ഷെ ആ കൊല്ലുന്നത് ലൈവായിട്ട് ഫോണിലൂടെ ഇങ്ങനെ ലൈവായിട്ട് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ അവര് വിചാരിക്കുന്നത് നമ്മളെ വരട്ടാന്ന, നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയാ. എന്നാ പൊട്ടന്മാർക്ക് അറിയത്തില്ലല്ലോ അങ്ങനെ ഒരു മരണവും കിട്ടാൻ വേണ്ടി ദുആ ചെയ്ത് നടക്കുന്നവരാ നമ്മളെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരാമീൻ പറഞ്ഞങ്ങാതി. എടാ, ഈ ഡൽഹിയിലൊക്കെ ഇങ്ങനെ കൊല്ലുന്നത് വീഡിയോ എടുത്ത് വിടുമ്പോ ഇവന്മാര് നമ്മൾ പേടിക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ ഇത് ചെയ്യണേ? എന്നാ നമ്മളെന്താ ദുആ ചെയ്യണേ? അല്ലാഹുവേ, അങ്ങനെ ഒരു അവസരം മംഗലാപുരക്കാർക്ക് കിട്ടിയില്ലല്ലോ എന്നാ, നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നില്ലല്ലോ എന്നാ നമ്മൾ ദുആ ചെയ്യണേ. അപ്പൊ ഓരോന്ന് കഴിയുമ്പോഴും ഇവന്മാരിങ്ങനെ തോറ്റുകൊണ്ടിരിക്കുക. എന്തിനും അവസാന വിജയം നമുക്ക് തന്നെയാ. സമാധാനത്തോടു കൂടി ഇരിക്കുക. അല്ലാഹു നമുക്ക് വിജയം നൽകുമാറാകട്ടെ. പൊന്ന് ചങ്ങാതിമാരെ, നിങ്ങളൊക്കെ ഇരുന്ന് നിങ്ങൾ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടം. എല്ലാവരും കയറിയിരിക്കും. നിങ്ങൾ ആരും നിൽക്കരുത്, കയറിയിരുന്നോളൂ ഇൻഷാ അല്ലാഹ്. വഅദ് ലൈവായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല. കാരണം അതാണല്ലോ ഏറ്റവും നല്ലത്. അതാ അൽഹംദുലില്ലാഹ്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ സ്വന്തം കാര്യം നോക്കല. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. ആരാ? നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വലിയ ചരിത്രമാണ്. ഈ ഫാത്തിമ ബീവിയുടെ ചരിത്രം വേണം കൊച്ചുമക്കളെ മടിയിലിരുത്തിയിട്ട് വാപ്പാ നീ പറഞ്ഞു കൊടുക്കാൻ. നിന്റെ പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. ആരാ ഫാത്തിമ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 35-ാമത്തെ വയസ്സിലാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ജനിക്കുന്നത്. മുത്തുനബിയുടെ 35-ാമത്തെ വയസ്സ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. പ്രവാചകന്റെ 35-ാമത്തെ വയസ്സ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളെ കാണുന്നവരെല്ലാവരും ഒറ്റ വാക്കേ പറയാറുള്ളൂ. ഇപ്പൊ നമ്മളൊക്കെ നമുക്കൊരു കുട്ടി ഉണ്ടായാൽ, ഒരാണോ ഒരു പെണ്ണോ ജനിച്ചു കഴിഞ്ഞാൽ കാണുന്നവരെല്ലാവരും പറയുന്ന ഒരു വാക്കുണ്ട്. ഒന്നുകിൽ പറയും ഇത് വാപ്പാനെ പോലെ തന്നെ ഇരിക്കണേ, അല്ലെങ്കിൽ ഉമ്മാനെ പോലെ തന്നെ ഇരിക്കണേ, ഇങ്ങനെ പറയാറുണ്ട്. എങ്കിൽ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ കാണുന്നവരെല്ലാവരും ഒറ്റ വാക്കേ പറയൂ, വാപ്പാടെ മോള്, വാപ്പാടെ മോള്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ കാണുന്നവരെല്ലാവരും പറയും വാപ്പാനെ വരച്ചു വെച്ചിരിക്കുകയാ. ഫാത്തിമ വാപ്പാനെ പോലെയാ. വാപ്പാടെ മുഖം തന്നെയാണ്, വാപ്പയുടെ കണ്ണ് തന്നെയാണ്, വാപ്പയുടെ കവിള് തന്നെയാണ്, വാപ്പയുടെ ചിരി തന്നെയാണ്. വാപ്പ നടക്കുന്നത് പോലെ, വാപ്പ ഇരിക്കുന്നത് പോലെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നടന്നു വരുന്നത് കണ്ടാൽ അഷ്റഫുൽ ഖൽഖ് നടന്നു വരുന്നത് പോലെയാണെന്ന് മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചരിത്രം പറയുക. ഫാത്തിമ ബീബി നടന്നു വരുന്നത് കണ്ട മുത്തുനബി വരുന്നത് പോലെ തോന്നും. അപ്പൊ ഫാത്തിമ വാപ്പാനെ വരച്ചു വെച്ചതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകനെ പോലെ തന്നെയാ ഫാത്തിമ ഇരിക്കണേ. എല്ലാരും ഇങ്ങനെ പറയുന്നത് കാരണം പ്രവാചകന് ഫാത്തിമയോട് വല്ലാത്ത ഒരു ഇഷ്ടമാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേറെ മക്കളുണ്ട്. എങ്കിലും എല്ലാവരും ഫാത്തിമാനെ കാണുമ്പോ പറയും ഉപ്പാനെ പോലെ തന്നെ ഇരിക്കണം. മുത്തുനബിയെ ഖദീജയ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് വാപ്പാനെ പോലെ ഇരിക്കുന്നു എന്ന് പറയുമ്പോ ഖദീജ ബീവിക്കും ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബിയെ ഫാത്തിമയ്ക്ക് വലിയ സന്തോഷം. കാരണം പ്രവാചകനെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. 40 വയസ്സ് വരെ പ്രവാചകനോട് ഒരാൾക്കും എതിർപ്പില്ല.
എവിടെ ചെന്നാലും സ്ഥാനമാണ്. മുത്തുനബി എല്ലാവരും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അത് കാരണം ഫാത്തിമയും എല്ലാവരും റസൂലുള്ളാഹിയുടെ പൊന്നുമോളാണല്ലോ, അതിന്റെ മഹത്വം. വാപ്പാനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, മതവ്യത്യാസമില്ലാതെ എല്ലാവരും. മക്കക്കാര് മുഴുവനും അള്ളാഹുവിന്റെ പ്രവാചകനെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് പ്രവാചകന്റെ കുടുംബത്തെയും അംഗീകരിക്കുന്നു. ഫാത്തിമാനെ എല്ലാവരും അംഗീകരിക്കുന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ എവിടെ പോകുമ്പോഴും വാപ്പാടെ കയ്യിൽ പിടിച്ച് നടക്കും. ഏകദേശം 5 കൊല്ലം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു 5 വയസ്സാകുന്നത് വരെ ഫാത്തിമ ബീബി മുത്തുനബിയുടെ കൂടെ നടക്കും, കളിച്ചും ചിരിച്ചും. എല്ലാവരും താലോലിക്കുകയാണ്. എല്ലാവർക്കും ഫാത്തിമയോട് വല്ലാത്ത ഇഷ്ടമാ. അവസാനം 40ാമത്തെ വയസ്സിൽ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബൂവത്ത് കിട്ടി. അള്ളാഹുവിന്റെ പ്രവാചകന് നുബൂവത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രവാചകന് മക്കക്കാരുടെ മുന്നിലേക്ക് പ്രബോധനവുമായി കടന്നു ചെന്നു. ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കക്കാരോട് പറയാൻ ചെന്നപ്പോൾ ഇന്നരവല്ല അല്ലമീൻ എന്ന് വിളിച്ച മുത്തുനബി അവര് വിളിച്ചു, നീ കള്ളന, ഇവന് പ്രാന്ത. അള്ളാഹുവിന്റെ പ്രവാചകൻ അവര് കളിയാക്കാൻ തുടങ്ങി. പ്രവാചകൻ അവര് വല്ലാതെ വേദനിപ്പിക്കാൻ തുടങ്ങി. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത പ്രയാസമായി. തന്റെ പിതാവിനെ എല്ലാവരും കുത്തുവാക്ക് പറയുന്നു, പരിഹസിക്കുന്നു. എല്ലാവരും പ്രവാചകനെ ഒറ്റപ്പെടുത്തുന്നു. അങ്ങനെ ഇതൊക്കെ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളിങ്ങനെ കണ്ടു വളരുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഇസ്ലാമിലേക്ക് ജനങ്ങളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഉപദ്രവം തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിനെ ഉപദ്രവിക്കാൻ തുടങ്ങി, പ്രവാചകനെയും ഉപദ്രവിക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്വഹാബികൾ മുത്തുനബിയുടെ മുന്നിൽ വന്ന് പരാതി പറയുമ്പോ പ്രവാചകൻ അവരോട്, സഹാബത്തിനോട് അബ്സീനയിലേക്ക് പ്രവാചകൻ അവിടെ നിന്ന് ഹിജ്റ പോകാൻ പറഞ്ഞു. അങ്ങനെ വലിയ വലിയ സഹാബത്ത്, മഹാനായ അബൂബക്കർ തങ്ങൾ, ഉസ്മാൻ തങ്ങൾ, ഇങ്ങനെയുള്ള വലിയ സഹാബത്ത് മുഴുവനും ഈ ഹിജ്റ പോയി. മുത്തുനബി മാത്രമേ ഉള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ പോയിട്ട് കാണുന്നില്ല. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകൾ 5ഓ 6ഓ വയസ്സുണ്ട്. 6 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ പിതാവിനെ കാണുന്നില്ല. ഫാത്തിമ തന്റെ വാപ്പയെ തെരഞ്ഞു നടക്കുകയാ. തന്റെ പ്രിയപ്പെട്ട പിതാവിനെ തെരഞ്ഞ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ നടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ നിസ്കരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ സുജൂദിൽ കിടക്കുമ്പോ അബൂജഹലും തന്റെ അനുയായികളുമുണ്ടല്ലോ, അതാ പടച്ചവനെ, അതാ ചത്ത് കിടക്കുന്ന ഒട്ടകത്തിന്റെ ചീനലിഞ്ഞ കുടൽമാലയുണ്ടല്ലോ, ആ കുടൽമാല വല്ലാത്ത ഭാരമുള്ളതാണ്. ആ പുഴുത്ത് നാറിയ കുടൽമാലയുണ്ടല്ലോ, അവിടെ നിന്ന് വലിച്ചു കൊണ്ടുവന്ന് പ്രവാചകന് സുജൂദിൽ കിടക്കുമ്പോൾ മുത്തുനബിയുടെ തലയുടെ മുകളിലേക്ക് എടുത്തിടുകയാണ്. സുജൂദിൽ കിടക്കുന്ന പ്രവാചകന് എഴുന്നേക്കാൻ കഴിയുന്നില്ല. അതാ തന്റെ തലയുടെ മുകളിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞലിഞ്ഞ കുടൽമാല കിടക്കുകയാണ്. പ്രവാചകന് അതെടുത്തു മാറ്റാൻ കഴിയുന്നില്ല. കാരണം വേറെ സ്വഹാബികൾ ആരുമില്ലല്ലോ, എല്ലാവരും പടച്ചവനെ ഹിജ്റ പോയിരിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന 6 വയസ്സുള്ള പൊന്നാര മകൾ വാപ്പാനെ തെരഞ്ഞു വരുമ്പോ വാപ്പ സുജൂദിൽ കിടക്കുകയാണ്. അപ്പാടെ തലയുടെ മുകളിൽ പുഴുത്തുമാറിയ കുടൽമാല എടുത്തിട്ടിരിക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഓടി വരികയാ. പടച്ചവനെ, ആ പിഞ്ചു മകളുണ്ടല്ലോ, വാപ്പാടെ തലയുടെ മുകളിൽ ഇട്ടിരിക്കുന്ന കുടൽമാല വലിച്ച് തറയിലിടാൻ സഹായിക്കുകയാണ്. ഉപ്പാന്റെ തലയുടെ മുകളിൽ നിന്ന് കുടൽമാല വലിച്ച് താഴെയിട്ടു. അല്ലാഹുവിന്റെ റസൂലിന് സമാധാനമായി, അല്ലാഹുവിന്റെ പ്രവാചകന് സമാധാനമായി. മുത്തുനബി സുജൂദിൽ നിന്ന് എഴുന്നേറ്റു. ആ സമയത്ത് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുണ്ടല്ലോ, വാപ്പാന്റെ ശരീരത്ത്, വാപ്പാടെ തലയില് പടച്ചവനെ പറ്റിപ്പറ്റതാ പറ്റിയിരിക്കുന്ന കുടൽമാലയുടെ വേസ്റ്റുകളുണ്ടല്ലോ, ആ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകള് വാപ്പയുടെ തലയിൽ നിന്ന് എടുത്തു വൃത്തിയാക്കുകയാ. വാപ്പാടെ തലയിൽ നിന്ന് അത് മുഴുവനും എടുത്തിങ്ങനെ വൃത്തിയാക്കുകയാണ്. എന്നിട്ട് ഫാത്തിമ ചോദിച്ചു, വാപ്പാ, എന്തിനാ എന്റെ ഉപ്പയോട് ഇവരെല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത്? എന്റെ ഉപ്പാനെ എന്തിനാണ് ഇവര് വേദനിപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകൾ എവിടെന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ അവിടെന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ലാ കറുബ അലാ അബീകി ഫിൽ ആഖിറ. ഫാത്തിമ
ഉപ്പയ്ക്ക് ഇവിടെയല്ലേ പ്രയാസമുള്ളൂ, ഇവിടെയല്ലേ വാപ്പയ്ക്ക് പ്രയാസമൊക്കെ ഉള്ളൂ, ആഖിറത്തിൽ നിന്റെ ഉപ്പയ്ക്കൊരു പ്രയാസവുമില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുത്തുനബി വീട്ടിലേക്ക് നടന്നുപോയി. പടച്ചവനേ, പിന്നെ വല്ലാത്ത ദുഃഖത്തിന്റെ കഥകളാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് പ്രബോധനവുമായിട്ട് ഇറങ്ങിയപ്പോ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോയപ്പോ ഫാത്തിമ ബീവിക്ക് രണ്ട് സഹോദരിമാരാണുള്ളത്. ഒന്ന് റുഖിയ ബീവി റളിയല്ലാഹു തആല അൻഹാ, ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹാ. രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞതാണ്, രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു പോയപ്പോ അതാ പുതിയ മതവുമായി കടന്നു വന്ന മുഹമ്മദിന്റെ മക്കളെ ഞങ്ങൾക്ക് വേണ്ട. പഠിച്ചവരെ, മുത്തുനബിയുടെ രണ്ട് മക്കളുണ്ടല്ലോ, രണ്ട് പെൺമക്കളെയും തലാഖ് പറയുകയാണ്. പുതിയ മതവുമായിട്ട് വരുന്ന മുഹമ്മദിന്റെ മക്കളെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ രണ്ട് പെൺമക്കളെയും ബന്ധം ഒഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. രണ്ട് സഹോദരിമാരും വിധവകളായി വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകൾ ഇങ്ങനെ കാണുകയാ. ആ ചെറുപ്പം മുതലേ ഫാത്തിമയ്ക്ക് വല്ലാത്ത പ്രയാസം തുടങ്ങി. രണ്ട് സഹോദരിമാരെയും ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. അവരുടെ കണ്ണുനീര് കൂടെ ഫാത്തിമ കാണുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വല്ലാത്ത പീഡനങ്ങളും ദുരിതങ്ങളും സഹിക്കാൻ കഴിയാതെ വന്നു. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കുടുംബത്തെയും ഊരുവിലക്കി. അള്ളാഹുവിന്റെ പ്രവാചകനെയും തന്റെ കുടുംബത്തെയും ഊരുവലക്കാൻ തീരുമാനിച്ചു. ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നാര ഭാര്യ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ, അതുപോലെ തന്നെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, ഇങ്ങനെ പ്രവാചകന്റെ കുടുംബത്തെ കൊണ്ടുപോയിട്ട് ഒരു മലഞ്ചെരുവിൽ കൊണ്ടുപോയിട്ട് ഊരുവിലക്കിയിട്ടിരിക്കുകയാ. ഒരാളും സഹായിക്കാനോ സഹകരിക്കാനോ ഒന്നിനും പാടില്ല. ഖുറൈശികൾ അവിടെ നിന്ന് ഓർഡർ ഇട്ടു, ഒരാളും സഹകരിക്കാൻ പാടില്ല, സഹായിക്കാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ കുടുംബവും ആ ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ ഇങ്ങനെ കിടക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരാളും സഹായിക്കാനില്ല. കയ്യിലിരുന്ന ഭക്ഷണമെല്ലാം തീർന്നു, കയ്യിലിരുന്ന ഭക്ഷണമെല്ലാം തീർന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിന് കഴിക്കാൻ ഒന്നുമില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് വിശപ്പ് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് പട്ടിണി കിടക്കാൻ പഠിച്ചത് അവിടെ നിന്ന്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പട്ടിണി കിടക്കാൻ പഠിച്ചത് അവിടെ നിന്നാണ്. അല്ലാഹുവേ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വാപ്പാടെ താരത്ത് പരാതി പറയാൻ പോകുകയാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് പടച്ചവനെ വാപ്പാരോട് വിശക്കുന്നു എന്ന് പറയാൻ ഇങ്ങനെ കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കാണുന്ന കാഴ്ച എന്തെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട പിതാവ് പുല്ല് പറിച്ചു തിന്നുകയാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇലകള്, വൃക്ഷത്തിന്റെ ഇലകളുണ്ടല്ലോ, ആ ഇലകള് പറിച്ചിട്ട് പ്രവാചകന് വിശപ്പ് കാരണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാ. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകള് കാണുന്ന കാഴ്ച ഇതാണ്. വാപ്പ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ചു കഴിക്കുന്ന രംഗമാണ്. അല്ലാഹുവേ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഓടുകയാ. തന്റെ വാപ്പാടെ ചാരത്തേക്ക് ഓടി ചെല്ലുകയാണ്. അവിടുന്ന് പൊന്നാര മകള് വാപ്പാടെ അത്ഭുതത്തോടെ നോക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ ഭാര്യയും തന്റെ മക്കളും പട്ടിണി കിടക്കുന്നത് കണ്ടപ്പോ പ്രവാചകന് സഹിച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഫാത്തിമ പഠിക്കുന്നത് അവിടെ നിന്നാണ്. അബീ താലിബിന്റെ മലഞ്ചെരുവിൽ നിന്നാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധം പഠിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നാര മക്കളും ഭാര്യയും പട്ടിണി കിടക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളെ ഇല പറിച്ച് കഴിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, ഖദീജ. മുത്തുനബി തന്റെ ഭാര്യയെ വിളിക്കുകയാണ്, ഖദീജ, ഖദീജ.
എല്ലാവർക്കും എന്നോട് വല്ലാത്ത ദേഷ്യമാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറയുന്നു, ഖദീജ, എല്ലാവർക്കും എന്നോടാ ദേഷ്യം, നിന്നോട് ആർക്കും ദേഷ്യമില്ല. അതുകൊണ്ട് ഖദീജ, നിനക്കാണെങ്കിലും പട്ടിണി കിടന്നു പരിചയമില്ല. കാരണം നീ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകളാ. മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകളാണ് നീ. നിനക്ക് പട്ടിണി കിടന്നു പരിചയമില്ല. ഇതുപോലെ വന്ന് ഈ മലഞ്ചെരുവിൽ കിടന്ന് ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് ഖദീജ, നീ മക്കളെയും വിളിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ പോ. നിങ്ങൾ പഠിക്കണം. ഖദീജ ബീവിയോട് മുത്തുനബി പറഞ്ഞു, ഖദീജ, നീ മക്കളെയും വിളിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ പോ. എന്തിനാ ഇവിടെ പട്ടിണി കിടക്കുന്നത്? എന്തിനാ ഇവിടെ പട്ടിണി കിടക്കുന്നത്? പുല്ലു പറിച്ചുകൊണ്ട് അതാ വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന മുത്തുനബി ഇത് പറഞ്ഞപ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ പോകൂല നബിയെ, ഞാൻ പോകൂല നബിയെ, എന്നെ പറഞ്ഞു വിടരുത്. ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഒരു ഭാര്യ യാചിക്കുകയാ, എന്നെ ഒരിക്കലും നിങ്ങൾ പറഞ്ഞു വിടരുത് നബിയെ. നിങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചിവിടെ കിടന്ന കൂടെ ഈ ഖദീജയുണ്ട് നബിയെ. നബിയെ, അങ്ങവിടെ കിടന്നു പട്ടിണി കിടന്നു മരിച്ചാലും ഈ ഖദീജയും കൂടെയുണ്ട് നബിയെ. ഒരിക്കലും അങ്ങയെ ഞാൻ ഉപേക്ഷിച്ചിട്ട് പോകില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറയുമ്പോ ഖദീജ ബീബി പറഞ്ഞു കൊടുത്ത മറുപടി അതാണ്, വാപ്പയും ഉമ്മയും കൂടെ മത്സരിക്കുകയാ. വാപ്പയും ഉമ്മയും കൂടെ മത്സരിക്കുന്നതാണ് ഖദീജ ബീബി. തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്നെ പറഞ്ഞു വിടല്ലേ. ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും പട്ടിണിയാണെങ്കിലും മരിക്കാൻ ഈ ഖദീജ തയ്യാറാ. ഞാൻ പോകില്ലെന്ന് പറഞ്ഞിട്ട് തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് യാചിക്കുന്നതാണ് ഫാത്തിമ എന്ന് പറയുന്ന ചെറിയ മകള് കണ്ടുപഠിക്കുന്നത്. എന്റെ പ്രിയമുള്ളവര്, നമ്മുടെ വീട്ടിലും മക്കളുണ്ടല്ലോ, അവര് കണ്ടുപഠിക്കുന്നത് എന്താണ്? ഉമ്മാനെ തല്ലുന്നത്, ഉമ്മ ഉപ്പാനെ ചീത്ത വിളിക്കുന്നത്, പരസ്പരം കളിയാക്കുന്നത്, പരസ്പരം പരിഹസിക്കുന്നത്, എപ്പോഴും ബാപ്പയും ഉമ്മയും കിടന്ന് തമ്മിലടിക്കുന്നത് കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. പക്ഷേ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആ പ്രയാസത്തിന്റെ നടുവിലും ബാപ്പയുടെ കൂടെ നിൽക്കുന്ന ഉമ്മാനെയാണ് കാണുന്നത്. അതാ രോഗിയായി കഴിയുമ്പോ, അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ട് കഴിയുമ്പോ, കളഞ്ഞിട്ട് പോകുന്ന പെണ്ണുങ്ങളുടെ നടുവിലോ ഒരു പ്രയാസത്തിന്റെ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ താങ്ങായി നിൽക്കുന്ന ഭാര്യയെ കണ്ടാണ് ഫാത്തിമ വളരുന്നത്. അവിടെ പട്ടിണി കിടന്നത് 1 മാസമോ 3 മാസമോ 6 മാസമോ 1 കൊല്ലമോ അല്ലടാ ചെറുപ്പക്കാരാ, 3 കൊല്ലമാണ് അവര് പട്ടിണി കിടന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനും ശൈബു അബീ താലിബിന്റെ മലഞ്ചെരുവില് പ്രവാചകന്റെ കുടുംബം 3 വർഷക്കാലമാണ് അവിടെ കിടന്നത്. ചരിത്രം പറയുകയാണ്, വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ച് കടിച്ചിട്ട് മൃഗങ്ങൾ കാശിക്കുന്നത് പോലെ കാശിക്കുകയാ. പടച്ചവനെ 3 കൊല്ലം കഴിഞ്ഞു. അവസാനം പടച്ചവനെ ജനങ്ങളെ മുഴുവനും സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ ഊരുവലക്കൊക്കെ കഴിഞ്ഞു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ കിടന്ന് പട്ടിണി കിടന്നിട്ട് അവിടെ നിന്ന് രോഗം പിടിച്ചു. ഖദീജ ബീവി തളർന്നു തുടങ്ങി. അങ്ങനെ അവസാനം അല്ലാഹുവേ അവിടെ നിന്ന് വീട്ടിലേക്ക് കടന്നു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹ്ദി ഖദീജ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ രോഗിയായി. പട്ടിണി കിടന്നു ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ രോഗിയായി. 65 വയസ്സുണ്ട്. 65 വയസ്സുണ്ട്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒരു ദിവസം കുളിച്ചൊരുങ്ങി നിൽക്കുകയാ. ഒരു ദിവസം കുളിച്ചൊരുങ്ങിയിട്ട് നിൽക്കുക 65-ാമത്തെ വയസ്സിൽ. 65-ാമത്തെ വയസ്സിൽ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ഇട്ട് നിൽക്കുക. ഫാത്തിമ എന്ന് പറയുന്ന ചെറിയ മകൾ ഇത് കാണുന്നുണ്ട്. ഉമ്മ ഒരുങ്ങി
ഒരുങ്ങി നിൽക്കുന്നത്. വാപ്പ വീട്ടിലേക്ക് കയറി വന്നു. ചിരിക്കുന്ന മുഖത്തോടെ പ്രവാചകനെ സ്വീകരിച്ചു. പതിവില്ലാത്ത രീതിയിൽ അന്ന് അടുത്തുപോയി ഭക്ഷണമെല്ലാം വിളമ്പി കൊടുത്തു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് നല്ലതുപോലെ ഭക്ഷണമെല്ലാം വിളമ്പി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിത്തട്ടിൽ തല വെച്ചിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ കിടക്കുകയാ. ഒരു വാപ്പയും ഉമ്മയും കിടന്ന് സ്നേഹിക്കുന്നത് പൊന്നാര മകൾ ഇങ്ങനെ കാണുകയാ. വാപ്പാടെ മടിയിൽ ഉമ്മ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതും 65 വയസ്സുണ്ട്. ആ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ നീ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നേ? എന്തേ ഖദീജ നീ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നേ? ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയെ നിങ്ങൾക്ക് എന്തൊരു ഗ്ലാമറാ നബിയെ, നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമാണല്ലോ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, 25 കൊല്ലം കൊണ്ട് നീ എന്നെ കാണാൻ നിനക്ക് ഇപ്പോഴാണോ അത് തോന്നിയേ? ഖദീജ 25 വർഷമായിട്ട് നീ എന്നെ കാണുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്കുക.